ആദ്യ ജീവിതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ആദ്യത്തെ വീഡിയോ ഇതാണ്. അതാ നിന്റെ വിഷമം? ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല, ആ തമ്മനയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. മനസ്സിലായില്ല. അതായത് തമ്മനയിൽ കണ്ട പോലെ ആ തമ്മനയിൽ ശരിയാണ്, അത് നിങ്ങളെ ഡൈവേർട്ട് ചെയ്തിടാൻ പറഞ്ഞല്ല, ആ തമ്മനയിലുള്ളത് ശരിയാണ്. ഞാനും നന്ദും ഇപ്പം ഒരുമിച്ചല്ല. എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? ആക്ച്വലി ഭയങ്കര വിഷമത്തിലാണ്. എനിക്ക് നല്ല വിഷമമുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ഹണിമൂൺ പീരീഡ് ആണല്ലോ. ആ സമയത്ത് നന്ദു കൂടെ ഇല്ലാത്തതിൽ ഒരുപാട് വിഷമം എനിക്കുണ്ട്. ഓ അത് ശരി. അപ്പൊ ആ സെന്റിമെന്റ്സിലാ ഈ തിക്കണ്ടി കയറി പിടിച്ചിരിക്കുന്നത്. എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കേണ്ടത് ഒരാവശ്യമാണ്. പക്ഷേ എൻ്റെ സ്റ്റോറി ഉണ്ട്, അവർക്കറിയാം. ഒരു 2-3 തവണ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു റീൽ ഇട്ടിട്ടുണ്ട്. ആണോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നാളായി ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട്. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ഇതേ വിഷമാണ് നമുക്ക് സാധാരണ ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരും. चीटिंग करता है तू, चीटिंग करता है तू. എന്തെന്നും അത് ഈ പറയുന്നല്ലോ. ഇതേ വിഷമാണ് നമുക്ക് സാധാരണ ഈ ആക്നെ സ്പോട്സ്, പിമ്പിൾസ്, ബ്ലെമിഷസ് ഒക്കെ വരുമ്പോൾ അല്ലേ. ഭർത്താവിനെ പിരിഞ്ഞിരിക്കുന്ന വിഷമമാണോ ഗൈസ് മൂക്കുരു ഒക്കെ വരുമ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? എനിക്കറിയാൻ പാടില്ല. നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതെല്ലാം മാറ്റാനായിട്ട് ഒരു സിറം തേടി നടക്കേണ്ടാവും. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടെ ഞാൻ ഒന്ന് സോൾവ് ചെയ്തുതരാം. പ്രൊമോഷൻ. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ അങ്ങോട്ട് കടന്ന് ചിന്തിക്കണ്ട. ഇത് മാത്രമല്ല, ദ ഡെമാക്കോയുടെ ഈ 10% നിയാസിനമൈഡ് സിറം എവറിഡേ യൂസിന് ഒരു പെർഫെക്റ്റ് കമ്പാനിയൻ കൂടെയാണ് കേട്ടോ. അപ്പം ഒട്ടും വായിപ്പിക്കണ്ട, എന്റെ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ഈ സൗജന്യ വിൽപ്പന 1 മണിക്കൂർ നേരത്തേക്ക് മാത്രം. നിങ്ങൾ പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും, ഞങ്ങളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. ആൻഡ് കറ്റർ എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര്. നല്ല പേര്. ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈഫിന്റെ ഒരു മൊമെന്റിനെ കൊണ്ടുവന്ന് ആൾക്കാരുടെ മുമ്പിലേക്ക് മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ചു. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടില്ല, ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഞങ്ങൾ ഒരുമിച്ചല്ല എന്നുള്ളതാണ് എന്റെ കണ്ടന്റ്. ചേട്ടൻ പറ, ഞാൻ എന്തിടണം? എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. എല്ലാവരും എന്നെ വെച്ച് ഒരുപാട് കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ വീഡിയോസ്, റോസ്റ്റിംഗ് വീഡിയോസ്. ഞാൻ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാറില്ല. ഞാൻ വലിയ തിരക്കല്ലേ, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്ലാങ് ആണോ അതെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ എന്റെ സ്ലാങ് ഇതല്ല. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കുന്ന വീട്ടിലും. ഉറപ്പിക്കാവോ? ഞാനൊരു വീഡിയോ കാണിക്കാം ഗൈസ്, നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ വിഷമത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും നിന്ന് ഫാമിലി പോലെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അവർ പോകത്തില്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. സൈക്കോളജിക്കൽ മൂവ്. ഇവരുടെ ആദ്യത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും, അത് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൊമോഷന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. എന്റെ ഈശോയെ, ഞാൻ അത്ര ആലോചിച്ചില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ സൈഡിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലിക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ ക്ഷമ ചോദിക്കണം. അതൊക്കെ കലാമണ്ഡലത്തിൽ ഇവിടെ എന്റെ ആവശ്യമില്ല. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല.